ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് മോളെ. മോൾക്ക് എന്താ ഒരു ക്ഷീണം തോന്നുന്നുണ്ടല്ലോ? അങ്ങനെയൊന്നുമില്ല. നിനക്ക് തോന്നുന്നില്ലേ? ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ട്. പ്രഗ്നന്റ് ആയതിന്റെ ആയിരിക്കും. ശരിയാ. നമ്മൾ ഇത്രയും ദിവസമായിട്ടും ഇവളെയും കൊണ്ടൊന്നൊരു ചെക്കപ്പിന് പോയിട്ടില്ലല്ലോ. അത് മോശമായിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്യാം മോളെ. ശാലിനി, എന്താ അച്ഛാ? നീ ഇന്ന് തന്നെ സ്വപ്നയും കൂട്ടിക്കൊണ്ട് ചെക്കപ്പിന് പോകണം. ടൗണിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കണ്ടാൽ മതി. എന്റെ പേരക്കുട്ടിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അല്ല, ഇത്ര പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ട കാര്യമുണ്ടോ? അതിനുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മനസ്സിലാക്കുന്നതാ നല്ലത്, അല്ല മോനെ? എല്ലാം അവസാന നിമിഷത്തേക്ക് വെച്ചാ പിന്നെ അത് ബുദ്ധിമുട്ടാവും. ശരിയല്ലേ മോനെ? അതെ, സത്യത്തില് ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു. തിരക്കിനിടയിൽ വിട്ടുപോയി. ഡാഡി ഓർമ്മിപ്പിച്ചത് നന്നായി. നീ ഇന്ന് തന്നെ ശാലിനിയുടെ കൂടെ പോയിട്ട് വാ. എന്താ സ്വപ്നയ്ക്ക് പോവാനൊരു മടിയുള്ള പോലെ? അങ്ങനെയൊന്നുമില്ല. ഞാൻ റെഡി ആയിട്ട് വരാം. വാ. അവള് ഡോക്ടറെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ പരിങ്ങിയത് ശ്രദ്ധിച്ചോ? അച്ഛാ, അവള് പ്രഗ്നന്റ് അല്ലാന്ന് ഉറപ്പാ. അവള് സഞ്ജുവിനെയും നമ്മുടെ കുടുംബത്തിനെയും ഈ കാര്യം പറഞ്ഞ് പറ്റിക്കായിരുന്നെങ്കിൽ അവളുടെ അവസാനം ഈ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലായിരിക്കും. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായി കാണൂല്ലേ? ക്ഷീണം എന്തെങ്കിലും തോന്നുന്നുണ്ടോ മോളെ? ഇല്ലമ്മേ, അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ പറ്റി? നിനക്കെന്തോ നല്ല ക്ഷീണമുള്ളല്ലോ തോന്നുന്നു. അമ്പലത്തിൽ വെച്ച് മഹിമയെ കണ്ടിരുന്നു. മുകുന്ദനും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടന്നോ? അത് പിന്നെ ചോദിക്കാനുണ്ട്. ഗിരിയേട്ടന്റെ കാര്യം പറഞ്ഞ് വീണ്ടും കുറെ സംസാരം ഉണ്ടായി. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ പോലും അവള് തയ്യാറായില്ല. അപ്പ വന്ന ദേഷ്യത്തിന് ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. പിന്നെ ഓർത്തത് അച്ഛന്റെ ഓർമ്മ ദിവസമായിട്ട് ഞങ്ങൾ വഴക്കൂടിയത് എത്ര മോശമായി പോയിന്ന്. നീയായിട്ട് തുടങ്ങിയ വഴക്കല്ലല്ലോ, തുടങ്ങിയത് അവളല്ലേ. അതൊക്കെ സ്വയം സമാധാനിക്കാൻ എനിക്ക് പറയാവുന്ന കാര്യങ്ങളാ അമ്മേ. പക്ഷെ ഉള്ളിലെ കുറ്റബോധം അപ്പോഴും മാറുന്നില്ല. അമ്പലത്തിൽ നിന്ന് വരാൻ വൈകിയല്ലോ. ഞാനും രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. എന്റെ അച്ഛന് മാധവൻ സാറിന്റെ മരണത്തിലുള്ള പങ്ക് എന്താണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഫലം എന്നെയോ എന്റെ കുഞ്ഞിനെയോ ബാധിക്കരുതെന്ന എന്റെ പ്രാർത്ഥന. നിന്റെ നല്ല മനസ്സിന് നിനക്കും കുഞ്ഞിനും ഒരു ആപത്തും സംഭവിക്കില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ട്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്ക് ഏജൻസി വരെ ഒന്ന് പോണം. ഈ അവസ്ഥയിൽ വെറുതെ യാത്രയാ നിൽക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. ശരി. അതെങ്ങനെ ശരിയാവും? എനിക്ക് ഡോക്ടറെ കാണാനുള്ളതാ. അപ്പൊ വണ്ടി വേണ്ടേ? അമ്മ നാളെ പോകുന്നുള്ളൂന്നല്ലേ പറഞ്ഞത്? എപ്പ പറഞ്ഞു? എനിക്ക് നാളെ നല്ല തിരക്കാ. ഇപ്പൊ ആണെങ്കിൽ സമയമുണ്ട്. ഇന്ന് പോയാ മതി. സാരമില്ല, ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം. ഈ തള്ള എന്റെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സമാ. ഇവരെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അമ്മയ്ക്കിപ്പോഴും പ്രീതിയോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. അമ്മ കരുതി കൂട്ടി അവളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കങ്ങനെ തോന്നിയതിന് ഞാനെന്ത് ചെയ്യാനാ? ഈ അവസ്ഥയില് പ്രീതിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയാണോ അമ്മേ? എനിക്കങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിലെ കാറ് വീട്ടുകാർക്കല്ലേ ആദ്യം ഉപകാരപ്പെടേണ്ടത്. അതുകൊണ്ടാ ഞാൻ എന്റെ ആവശ്യം ആദ്യം പറഞ്ഞത്.
അത് ഇത്ര വലിയ തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നമുക്ക് പോവാമേ. ആ ഈ അമ്മ. പ്രീതി എന്താ ഇവിടെ? ഇതുവഴി പോയപ്പോഴാ മഹിമയുടെ ക്ലാസ് കഴിയാറായല്ലോ എന്ന് ഓർത്തത്. എന്നാ മഹിമയൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇന്നലെ മഹിമ അമ്പലത്തിൽ പോയിരുന്നല്ലേ? ഞാനും പോയിരുന്നു. എന്റെ അച്ഛൻ വലിയൊരു തെറ്റിന് കൂട്ടുനിന്ന ദിവസമായിരുന്നില്ലേ? ആ തെറ്റിന് മാപ്പില്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഒരു മകൾ എന്ന നിലയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ കഴിയൂ. പീതാംബരം ചെയ്ത തെറ്റിന് ആരും പ്രീതിയെ കുറ്റപ്പെടുത്തില്ല. മഹിമയും മഞ്ജുവൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതാ എന്റെ ഭാഗ്യം. അമ്പലത്തിൽ വെച്ച് മഞ്ജുവിനെ കണ്ടില്ലേ? അച്ഛന്റെ ഓർമ്മ ദിവസമായിട്ടെങ്കിലും നിങ്ങൾക്ക് പരസ്പരമുള്ള വഴക്ക് മാറ്റിവെച്ചൂടായിരുന്നോ? മാധവൻ സാറിന്റെ ആത്മാവ് നിങ്ങളെ കണ്ട് ഒരുപാട് ദുഃഖിക്കും. എന്റെ ചേച്ചി അദ്ദേഹത്തെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരാളുടെ ഭാര്യയും കുഞ്ഞിന്റെ അമ്മയുമായി. അത് കണ്ടിട്ടുണ്ടാവും പോകുന്ന വിഷമമൊന്നും ഞങ്ങളുടെ വഴക്ക് കണ്ട അച്ഛനുണ്ടാവില്ല. ഇങ്ങനെ എന്തേലും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കാവുന്ന എനിക്ക് തോന്നി. അതാ അമ്പലത്തിലേക്ക് മഞ്ജു ഇറങ്ങിയപ്പോ ഗിരിയേട്ടനെ ഞാൻ തടഞ്ഞത്. ഗിരിയേട്ടനും മഞ്ജുവിന്റെ കൂടെ പോവാൻ ഒരുങ്ങിയതായിരുന്നു. അല്ല, മാധവൻ സാറിന്റെ ചടങ്ങിന് ഗിരിയേട്ടനെ കൂട്ടിക്കൊണ്ടുപോയാ നാട്ടുകാർ മോശം പറയാൻ സാധ്യതയുണ്ടെന്ന് ഞാനാ അവരെ ഓർമ്മിപ്പിച്ചത്. അത് ശരിയാണെന്ന് തോന്നിയിട്ടാവും ഗിരിയേട്ടൻ മഞ്ജുവിന്റെ കൂടെ പോവാത്തത്. അപ്പൊ ആ ബോധം ചേച്ചിക്ക് സ്വയം ഉണ്ടായില്ല അല്ലേ? അച്ഛന്റെ ചടങ്ങിന് അദ്ദേഹത്തെ കൊല്ലാൻ കൂട്ടുനിന്ന ആളെ കൂടെ കൂട്ടരുതെന്ന അറിവ് പോലും എന്റെ ചേച്ചിക്ക് ഇല്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഏതൊരു ഭർത്താവാണെങ്കിലും ഭാര്യ അമ്പലത്തിലേക്ക് പോകുമ്പോ, പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ ഒറ്റയ്ക്ക് പോണ്ടാന്ന് കരുതില്ലേ? അതുകൊണ്ടാവും ഗിരിയേട്ടൻ കൂടെ വരാന്ന് പറഞ്ഞത്. അതെന്തിനാണെന്ന് പോലും ഗിരിയേട്ടൻ ഓർത്തു കാണില്ല. പക്ഷെ മഞ്ജു അതൊരിക്കലും മറക്കില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മഞ്ജു തന്നെ അതിനെക്കുറിച്ച് ഗിരിയേട്ടനോട് പറഞ്ഞേനെ. പിന്നെ അവര് തമ്മിലൊരു വഴക്കുണ്ടാവണ്ടെന്ന് കരുതിയാ ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞത്. പ്രീതി വെറുതെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട. ചേച്ചി വല്ലാതെ മാറിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷോ, നിങ്ങൾ ഇങ്ങനെ രണ്ടു വഴിക്ക് പോകരുത് മഹിമേ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രീതി. അതിന് ഗിരിയേട്ടൻ ജയിലിൽ പോകേണ്ടി വരും. അല്ല മഹിമേ, അത് എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. പിന്നീട് സംസാരിക്കാം. എന്താ ഒരു സന്തോഷമില്ലാത്ത? ടൗണിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താ നമ്മൾ വന്നിരിക്കുന്നേ. നിന്റെ കുഞ്ഞിന് ഇത്രയും നല്ല ശുശ്രൂഷ വേറെ എവിടെയെങ്കിലും കിട്ടൂ? നമുക്ക് ഇന്ന് തന്നെ ചെക്കപ്പ് നടത്തണോ? ഡോക്ടർ ബിസിയാണെന്നല്ലേ പറഞ്ഞ്. നമുക്ക് പോയിട്ട് നാളെ വരാം. ഇരിക്കടി അവിടെ. നീ കുറെ കാലമായില്ലേ ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിൽ എല്ലാവരും പറ്റിക്കാൻ തുടങ്ങിയിട്ട്. സഞ്ജുവിന്റെ മീതെ അട്ടയെ പോലെ കടിച്ചു പിടിച്ച് നീ അവൻ വഴി ഞങ്ങളുടെ വീട്ടിലേക്കും കയറി.